ഏഷ്യയിലെ ഏറ്റവും വലിയ ജാതിക തോട്ടം കാണാൻ വേണ്ടി പോവാണ്. അവിടുന്ന് ഒരു ചായ കുടിക്കണം, ഒരു പയമ്പൊരു ചായ എന്നുള്ള വൈബില് കാണിച്ച് ഉച്ചയ്ക്ക് കാണിച്ചു കൊടുക്കാൻ. അല്ല എത്തിയിട്ടില്ല, അവിടെ റെസ്റ്റിലാണ് പോയി കുറെ ഓടിയോടി ചടച്ച് നിൽക്കാണ്. അപ്പൊ ഇനി ജാതിക്ക തോട്ടത്തിന്റെ ഉള്ളിന്ന് പയമ്പൊരു ചായ 40 ലിറ്റർ ആയിട്ടുള്ളൂ. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ജാതിക്ക ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രദേശത്തോട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന കേട്ടോ. ഇന്ത്യയിലല്ല, ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ. നമ്മൾ വയനാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ നമുക്ക് തേയിലത്തോട്ടം കാണാൻ പറ്റുക, അതുപോലെയാണ് നമുക്ക് ഇവിടെ ജാതിക്ക കാണാൻ പറ്റുക. അങ്ങനെ മുകളിലെത്തി ബേബേട്ടൻ്റെ കടയിൽ നിന്ന് പയമ്പരും ചായയും കഴിക്കുക എന്നുള്ളതാണ് നമ്മളെ മുഖ്യ ലക്ഷ്യം കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടുത്തെ ഒരു പയമ്പരിൻ്റെ ആ ഒരു വൈബൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ എത്തി വണ്ടി നട്ട് പയമ്പരം എടുത്തന്നെ. ഇതാണ് ഇവിടുത്തെ പയമ്പരിൻ്റെ പ്രത്യേകത. സർബുത പയമ്പരം നമുക്ക് ചാടണ്. അത് കാട്ടിയ പയമ്പരം കാട്ടിണ്ട്. ഓ വല്ലാത്ത മജു ആദ്യം കഴിക്കലാക്കിയല്ലേ. മജു വണ്ടി വന്നിട്ട് ചായ കിട്ടുന്നതിന് മുൻപ് ഞങ്ങൾ ഓരോ പയമ്പരി കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ ചായ കിട്ടിയപ്പോഴേക്ക് പുറത്തിറങ്ങിയിട്ട് ഇവിടുത്തെ വൈബാസിച്ച് വീണ്ടും ഓരോ പയമ്പരം എടുത്ത് വീണ്ടും കഴിച്ചിട്ടു. ഏറ്റവും കൂടുതൽ ജാതിക്കുള്ള സ്ഥലം ഏഷ്യയിലെ ഏറ്റവും വലിയ ജാതിക്ക തോട്ടമുള്ള സ്ഥലമാണ് ഇത്. ആ നീണ്ട് പരന്ന് കിടക്കുന്ന മുഴുവൻ ജാതിക്ക കേട്ടോ. ആ മലമുകളിലൊക്കെ ഫുള്ള് കാണുന്ന ജാതിക്കാണ്. സർബോ, പിന്നെ ഈ ഒരു സ്ഥലത്ത് മറ്റേ ഏട്ടൻ പറയാ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ജാതിക്ക തോട്ടമുള്ള സ്ഥലമാണ്. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. 55 ഏക്കർ സ്ഥലത്ത് 55 ഏക്കറോളം നമ്മൾ ജാതിക്ക ഒരു ഉടമസ്ഥൻ്റെ ഉണ്ട്. ഒറ്റ തോട്ടമായിട്ട് 55 ഏക്കർ ഉണ്ട്. പുറമെ ഇവിടെ കുറെ ചെറിയ ചെറിയ കൃഷിക്കാരുടെ തോട്ടങ്ങളുണ്ട്. അപ്പൊ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ജാതിക്ക ഉൽപ്പാദിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കല്ലമ്പുഴ. റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ റിസോർട്ടിനെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിലാണ് ഇപ്പൊ ഉള്ളത്. ആണോ? ആ ബാക്കിൽ കാണുന്ന ഇവിടെ ഒരുപാട് റിസോർട്ടുകള്, അതിന്റെ ബാക്കിലൊക്കെ ഇപ്പൊ പുതിയത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജാതിക്കനെ പോട്ടെടുക്ക. ഓ എന്റെ ചങ്ങായി, ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ജാതിക്കാണ്. എത്രങ്ങാനും ജാതിക്കാണ് അറിയാം ഇവിടെ. ഉടുക്ക് തിരിഞ്ഞാലും ഒരു നോട്ടത്തിൽ ഒരു ജാതിക്ക മരം ഏത് ഭാഗത്തും തിരിഞ്ഞാലും മറിഞ്ഞാലും ജാതിക്കാണ്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ജാതിക്ക ഉൽപ്പാദിക്കുന്ന സ്ഥലമാണ്. 55 ഏക്കറിൽ 2 പ്രദേശ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ അത് 65 വർഷമായിട്ട്. അതല്ലാതെ ഒരുപാട് 3 സൈഡും ഫോറസ്റ്റ് ആണ്. ആണല്ലേ? അയാതി കാടിന്റെ അടുത്ത് എന്താ ഇതിന്റെ ഒക്കെ രസം കാണാനൊക്കെ. ഒരുപാട് പുതിയ റിസോർട്ടുകൾ വരുന്നുണ്ടല്ലോ ഇവിടെ പുതിയതായിട്ട്. ഇപ്പൊ പോലെ ഒരു 10-25 വരുന്നുണ്ടോ? ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടാറ് ക്ലൈമറ്റ് ആട്ടോ. ജനങ്ങൾ ഇവിടേക്ക് കയറി തുടങ്ങുന്നുള്ളൂ എനിക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടില്ലേ. നല്ല തണുപ്പുള്ള ഏരിയ ആണ്. ഏരിയ ആണല്ലേ?